നാട്യങ്ങളില്ലാതെ ഏവരെയും ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട ശ്രീനിയെ ഓർത്തെടുക്കുകയാണ് കൂത്തുപറമ്പ് പാട്യത്തെ നാട്ടുകാർ. ചലച്ചിത്ര നടൻ എന്ന നിലയിൽ ലോകമറിയപ്പെടുന്ന കലാകാരനായപ്പോഴും ശ്രീനിവാസൻ പാട്യത്തെ മറന്നിരുന്നില്ല. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. പട്ടി എന്തോ പട്ടി എത്ര തവണ വേണേലും വിളിച്ചോ. എന്തോ നല്ല കവള്. വയലേലകളിൽ പന്തൽ കെട്ടി നാടകം കളിച്ചിരുന്ന ശ്രീനിവാസൻ നർമ്മത്തിലൂടെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ച സുഹൃത്ത്. നാടകത്തിലും സിനിമയിലുമെല്ലാം തിളങ്ങി നിന്നപ്പോഴും ശ്രീനിവാസൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ശ്രീനിയായിരുന്നു. ജന്മസിദ്ധമായി കലാബോധമുള്ള കൂട്ടുകാരൻ, ഒരു ചലച്ചിത്ര പ്രതിഭയെയല്ല, സ്വന്തം നാട്ടുകാരനെ, പ്രിയപ്പെട്ട കൂട്ടുകാരനെ പാട്യത്തെ സുരേഷ് ബാബു ഇങ്ങനെ ഓർത്തെടുക്കുന്നു. നാട്ടിൽ ഒരു 10 കിലോമീറ്റർ പ്രദേശത്തെല്ലാം എന്ത് പരിപാടി ഉണ്ടെങ്കിലും പിന്നെ അവിടെ പോയിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ വളരെയധികം ഉത്സാഹിച്ച ഒരാളാണ്. പിന്നെ മുതിയങ്ങ, കാര്യാട്ടൂറോ, പിന്നെ വള്ളിയായി, കൂത്തുപറമ്പ്, പൂക്കോട് എന്ന അടുത്ത പ്രദേശങ്ങളിലെ ഏത് കലാസമിതിൻ്റെ പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാലും ശ്രീനിവാസൻ്റെ ഒരു പരിപാടി അവിടെ ഉണ്ടാവും. കൂടുതൽ മറ്റ് ഗവൺമെൻറ് ജോലിക്കെല്ലാം അച്ഛൻ ശ്രമിക്കുന്ന കാലത്തെല്ലാം മൂപ്പർ അതെല്ലാം ഒഴിവാക്കിയിട്ട് സിനിമാ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമം നടത്തിയ ഒരാളാണ്. ശ്രീനിവാസൻ്റെ തറവാട് ഭൂമിയാണിത്. ഈ ഭൂമിയിൽ ഞാൻ വീടെടുക്കുന്ന സമയത്ത് എനിക്ക് പല സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്തു ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ ചില അവരെ അകന്ന ബന്ധങ്ങളിലുള്ള കൂട്ടറും പിന്നെ മറ്റുള്ള കൂട്ടർക്കെല്ലാം പല സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തായിട്ട് എനിക്ക് അറിവുണ്ട്. പിന്നെ ഞാനൊരു ഇലക്ട്രീഷ്യൻ കൂടി ആയതുകൊണ്ട് അയാളെ പുതിയ വീട് പൂക്കോട് നിർമ്മിക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ വയറിങ്, പ്ലംബിങ് എല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മറ്റ് സഹായങ്ങളെല്ലാം പല ആൾക്കും ചെയ്തു കൊടുത്തായിട്ടുള്ള അറിവുകൾ എനിക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയലിൽ പിന്നെ സ്റ്റേജ് പരിപാടികളിലുണ്ടാകുമോ അതിന് ലൈറ്റ് ആൻഡ് സൗണ്ടെല്ലാം ഒരുക്കി കൊടുക്കാനും പിന്നെ പലതുമായിട്ട് പോയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ശ്രീനിവാസനൊപ്പം നാടകം കളിച്ച കൂട്ടുകൂടിയ അനർഘ നിമിഷങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളായി അവർ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഫോട്ടോകൾക്ക് മങ്ങലുണ്ടെങ്കിലും ഓർമ്മകൾക്ക് വല്ലാത്ത തെളിമയുണ്ട്. ഒപ്പം നാടകം കളിച്ച മണിയാരത്ത് രവീന്ദ്രന് ഇന്നും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. നർമ്മത്തിൽ ചാലിച്ച മൂർച്ചയുള്ള നാടകങ്ങൾ, കാമ്പുള്ള പ്രമേയങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ പോലും ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ച കൂട്ടുകാരൻ. 69-70കളിലാണ് കൽപ്പന ആർട്സ് രൂപീകരിച്ചത്. അന്നേരം ഇവിടെ മട്ടന്നൂർ കോളേജിൽ NS കോളേജിൽ പഠിക്കുക. ഞാൻ കോഴിക്കോട് നിന്ന് പഠിപ്പനും കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കലാസമിതി രൂപീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ നാടകങ്ങൾ മാത്രമല്ല എല്ലാ കുടുംബകാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുകയും പിന്നെ ഇവിടെയാണ് നമ്മൾ നാടക റിഹേഴ്സലിൽ ഈ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം വീട്ടിലുണ്ടാവും നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെല്ലാ ഇവിടെ പരിപാടികളുണ്ട് അവിടെ എത്തും. അപ്പോൾ ജന്മനാലുള്ളൊരു വാസന. അങ്ങനെയാണ് ആ കാലത്ത് രൂപലാവണ്യമൊന്നുമില്ലാതെ സിനിമയിലേക്ക് കടന്നില്ലുകയും അതുകൊണ്ട് നിശ്ചയദാർഢ്യമാണ്, അതിന് ജന്മവാസനയുണ്ട്. അതായത് എല്ലാം സെറ്റയറായി കാണാനും എല്ലാ ആക്ഷേപഹാസ്യത്തിലൂടെ ഏത് ഗൗരവമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക വാസന, ജന്മവാസന ഉണ്ടായിരുന്നു. അതാണ് അവൻ വളരെ കഷ്ടപ്പെട്ട് ഇന്നത്തെ ഇത്ര നല്ല നിലയിൽ അത് പാട്യത്തിൻ്റെ പേര് എങ്ങും ഉയർത്തുവാൻ കഴിയുന്ന വിധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിലും, മറ്റ് രാഷ്ട്രീയത്തിലുള്ള ആളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല, പക്ഷേ ഇത് എല്ലാ വിഭാഗം ഏത് രാഷ്ട്രീയക്കാരനും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കലാകാരനും പ്രശസ്തനുമാകാനുള്ള കാരണം
അതായത് ബോൺ ടാലൻറ്റ് ആൻഡ് നിരീക്ഷണ അവാർഡ് വേറെയുള്ള രാഷ്ട്രീയക്കാർക്ക് വേണ്ടുന്ന നിരീക്ഷണ അവാർഡത്തിൽ കൂടുതൽ നിരീക്ഷണ അവാർഡുള്ള ആളാണ്. അതുകൊണ്ട് എല്ലാ സർവ്വവിധ ജനങ്ങൾക്കും ഒരേപോലെ സ്നേഹ ബഹുമാനം തോന്നുന്ന ഒരു അതുല്യ കലാകാരനാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. നിലപാടുകൾ അതാണ് മൂപ്പര്. ഒരു താരപരിവേഷമോ അല്ലെ ഇമേജുകളോ ഇല്ലാതെ നിലപാടുകൾ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അനുഭവങ്ങളിലാണ് നമ്മുടെ പാർട്ടി എന്നുള്ള പേര് ലോക പ്രശസ്തി ആർജിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ശ്രീനേട്ടൻ തന്നെയാണ്. അതുല്യ പ്രതിഭ എന്ന് തന്നെ പറയാം. ശ്രീനേട്ടൻ്റെ കഥാപാത്രം ഒന്നും ഒരിക്കലും വിട്ടുപോലും മനസ്സിന്ന്. അത്രയും പെർഫെക്റ്റ് കഥാപാത്രം. ഇത് പറയാൻ കഴിയുന്നില്ല വിഷമം കൊണ്ട്. സാധാരണക്കാരൻ്റെ ഇടയിൽ പോയി ചെല്ലുന്ന ഒരു മനുഷ്യനാണ് അയാൾ. പക്ഷേ അയാൾ പറയുന്ന വാക്ക് ഇപ്പോൾ നമ്മളൊരു വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ചായ കുടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ചായ വേണ്ടി വന്നേക്കും എന്ന് പറയുന്ന ഡയലോഗാണ്. അത് അപൂർവ്വമാക്കി കിട്ടുന്ന ഒരു വാക്യം. വിദ്യാഭ്യാസ സമയത്ത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് വളരെ പരിചയമുള്ളതും സ്കൂളിലും ആയിട്ടെല്ലാം ബന്ധപ്പെടുന്ന കൂടെ തന്നെയാണ് നമ്മളും ശ്രീനിവാസൻ പിന്നെ കുറേ കഴിഞ്ഞേരം അങ്ങനെ പിന്നെ സിനിമ രംഗത്തേക്ക് പ്രവേശിച്ചു. ആ സിനിമാ രംഗത്ത് പ്രവേശിച്ചാൽ സിനിമ കാണാനാണ് നമ്മൾ അതിയായ ആഗ്രഹത്തോട് പോകാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. കോങ്ങാറ്റ് എന്ന ചെറിയ നാടകത്തിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന ഒരു മാണിയാട്ട് രവി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ കേരളത്തിലാണെന്ന് എല്ലാം ഉണ്ടായ ഇയാൾ വളർച്ചയോ അതിൻ്റെ പരം തന്നെയാണ്. പാഠ്യത്തിൻ്റെ ഒരു നല്ലൊരു തീരാനഷ്ടമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയത്. പിന്നെ നമ്മളിവിടെ ഇപ്പം അടുത്ത് കഴിഞ്ഞ വർഷം പാഠ്യം സ്കൂളിൻ്റെ ഒരു വാർഷികം നടന്നിട്ടുണ്ട്, ഫെസ്റ്റിവൽ. അപ്പോൾ ഈ അത്രയും സുഖമില്ലാണ്ട് ഇരുന്നിട്ടു വന്നിട്ട് നമ്മൾ ക്ഷണിച്ചിട്ട് അപ്പോൾ കാറിൽ വന്നിട്ട് അപ്പോൾ ആടുന്ന് ക്ഷണിച്ചപ്പോൾ തന്നെ കാറിൽ കയറാൻ തന്നെ മണിക്കൂറുകളോട് എടുത്തിട്ടാണ്, എന്നിട്ടും വരാണ്ടിരുന്നിട്ടില്ല. വലിയവരുമായിട്ട് അവരെ നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾ മോന് അച്ഛനുമായിട്ട്. അവരും വന്നാൽ ഇവിടുന്ന് പൊറോട്ട, ചായ, മീൻകറി ഇതെല്ലാം കഴിക്കുകയും ചെയ്യും. വലിയ ഇതാണ്. എന്നിട്ട് പറയും ഞാനങ്ങ് കൂട്ടി വെക്കുന്നതെന്ന് പറയും. പാട്യത്തെ 2 വീടും വിറ്റ് എറണാകുളത്തേക്ക് താമസം മാറിയപ്പോഴും നാട്ടിലെ എന്തു പരിപാടിക്കും വിവാഹമായാലും വിയോഗമായാലും ശ്രീനിവാസൻ ഓടിയെത്തിയിരുന്നു. പാട്യത്തെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഭാധനനായ സിനിമാക്കാരനായി മാത്രമല്ല, പ്രിയപ്പെട്ട ശ്രീനിയായും എന്നുമുണ്ടാവും. ഓർമ്മകൾക്ക് മരണമില്ലല്ലോ. വാക്കുകൾക്ക് അതീതമാണോ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ? വേർപാടിന്റെ വിങ്ങലിലാണ് നാടും നഗരവും. ക്യാമറമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ വിഷൻ.